Hello people, welcome back to my channel. I'm back with a new reaction video that I'm going to give upon Mammootty birthday special mashup 2022, which is made by Jomin Joseph, and this is a fan made mashup for his birthday. Mammootty sir's birthday is coming on 7th of September, and he is seriously not looking alike. He is 70 plus, guys. He is a gem of our film industry, gem of Malayali industry, Padma Shri holder. He is just bang on when it comes of action, drama, emotions, everything. Without wasting our time, just look into this mashup, how it is. So let's get started. Start. എവിടുന്ന് തലോട്ടപ്പം മേളിൽ ആരാണ്ടിന്റെയും സുവിശേഷം കേട്ടോണ്ടിരിക്കണേ. ഇന്നെങ്കിലും ഇയാൾക്ക് ഈ കൊട്ടേഷൻ പണി നിർത്താൻ പാടില്ല. അതെങ്ങനെയാണ്? അപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത പുണ്യാളനാണ്. ഔട്ട്സൈഡ് കേരള അതികാര്യമായിട്ട് മലയാളത്തിന് ഓടത്തില്ല. മലയാള സിനിമയല്ല ഒരു സെക്സിന്റെ അട്രാക്ഷനുള്ള പടമാണെന്നുള്ള ഇതിൽ വന്നു. അപ്പൊ അതിനൊരു മാറ്റം വരണം നമ്മൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് നമ്മൾ ആ കേസ് ഞാൻ തീർപ്പാക്കിയതാണല്ല ഭായി. നീയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. മലയാള സിനിമയെ നാഷണൽ ലെവലിലോട്ട് എത്തിച്ച ആദ്യത്തെ വ്യക്തി ശ്രീ മമ്മൂട്ടി തന്നെ. ചെമ്പിന്റെ മുത്ത് മലയാളത്തിന്റെ സ്വത്ത്, തലമുറകളുടെ താരമാണ്. ഇത്രയും അപ് ടു ഡേറ്റ് ജീവിതം സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ലോകത്തെ അദ്ദേഹം കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങൾ ഇനി ഉണ്ടോന്ന് എനിക്കറിയില്ല. വൺ ഓഫ് ദി വേൾഡ്സ് ഫൈനസ്റ്റ് ആക്ടേഴ്സ് ആണ്. എന്തിന് ഇന്നും അടുത്തുപോലും ആർക്കും എത്താനൊക്കാത്ത വിധത്തിൽ കഴിവുകൊണ്ടും മികവുകൊണ്ടും മലയാളികളെ പിടിച്ചിറക്കിയ അതുല്യ നടന്മാരിൽ തലപ്പത്തിൽ ഒന്ന് കൂട്ടമായിട്ട് മമ്മൂട്ടി തന്നെയാണ്. ഈ മമ്മൂട്ടിയിൽ കാണുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണ്? ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു കരിസ്മ എന്നുള്ളത്, ആകർഷണീയത്വം, ഭയങ്കര പേഴ്സണാലിറ്റി അല്ലേ. അപ്പം ക്യാമറ വെക്കാൻ നേരത്ത് ഹി ഡോമിനേറ്റ്സ് ദ ഫ്രെയിം. പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ചുള. നമുക്കൊന്നും ഈ ജന്മത്തെ ചിന്തിക്കാൻ പറ്റില്ല. നമുക്കറിയാത്ത കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അമ്മാതിരിയാണ്. ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇതൊരു നടൻ ലോകത്തുള്ളത്. யாருமே நடிக்க முடியாது. ஒரு மட்டும் நடிக்க முடியுன்ற மாதிரி. നമുക്കെ സംബന്ധിച്ചോളം എപ്പോഴും ലേറ്റസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്നല്ല അർത്ഥം. അദ്ദേഹം വരുന്ന ശീലികയെ ലേറ്റസ്റ്റ് ആയിട്ടാണ്. പുള്ളിനെ വിട്ട് വേറൊരു കളിയില്ല. പുള്ളിയാണ് ഓൾ ടൈം സ്റ്റൈലിഷ്. எந்த காலகட்டத்தில் எந்த சீசன்ல எப்படிப்பட்ட படம் கொடுக்கணும் ரசிகர்களுக்கு அப்படின்றதுல கில்லாடி அவரு. ഒരു ആവേശമാണ്. ഒരു ഉത്സവല്ലേ. അടിന്റെ അടി എപ്പടി അടിക്കണം തെറിയുമാ പാര്. ഏറെപ്പാളികളെ ഒരു ക്യാരക്ടറിൽ ഒരു ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ നടത്തം മുതൽ എല്ലാം മാറുന്നുണ്ട്. കോസ്റ്റ്യൂം മാത്രമല്ല മാറുന്നത്, നടത്തത്തിന്റെ ശൈലി, സംഭാഷണത്തിന്റെ ശൈലി എല്ലാം മാറുന്നുണ്ട്. Shall I remind you something? It is quite unbecoming in office. നാട് നേർക്കാൻ ശത്രു രാജ്യത്തിന്റെ പൈസ വാങ്ങി നൂറുകണക്കിന് നിരപരാധികളെ ചുട്ടുവന്നിലേവൻ. അല്ലെങ്കിൽ അവനെ പാതാതികേശം പ്രണമിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം പ്രാർത്ഥിക്കുന്ന എന്റെ അച്ഛന്റെ പഴയ ചങ്ങാതി സഹപാഠി മേൽ ഓഫീസർ, ദി പവർ ഹംഗ്രി റോട്ടൻ ബ്യൂറോക്രാറ്റ് ബാസ്റ്റർഡ്. റിട്ടയർഡ് എസ്പി മാരാ നിന്റെ തന്ത. എന്റെ കൈയുടെ ചൂടാണ് ഗവൺമെന്റിലുണ്ട്. എല്ലാം ബാമ്പത്രവും പെട്രോളും കൂടി ഇന്റെ നേരെ വന്നാലുണ്ടല്ലോ തീയായിരിക്കും ഇവിടെ. ജഹന്നത്തിലെ തീ. അന്ന് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി, നിന്റെ IPS, അതിന്റെ അലങ്കാരങ്ങൾ, നക്സലൈറ്റ്സ്, ആലഭാരങ്ങൾ അഴിച്ചു വെപ്പിക്കും നരേന്ദ്രൻ. ഞാൻ പറിക്കും, പഴം പറിക്കും. പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. ആയിരങ്ങളുണ്ടാ ഞങ്ങളുടെ പുറയില്. കൂടെ ഉണ്ടായിരുന്ന ചെറുക്കം പോലും അറിയാതെ നിന്റെ ബുദ്ധിയുണ്ട്.
നീ എന്റെ അപ്പാവുടെ ജീവെടുത്ത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചടാ അഴുക്കം. നിന്നെ കരൾ തെറ്റി ഉറങ്ങി ഹാദിലെ ഉണ്ട് മകൻ അന്തൊക്കെ പുറന്നാണെങ്കിൽ ബെക്കറാ പെടി ഇവനെ കൊല്ല ഉസുള്ള ആൺകുട്ടിയാണെങ്കിൽ സൈമണച്ചോ നമുക്ക് ആത്മക്കാരുടെ മണി അടിച്ചാലാ. ഹലോ, ഈ 72ാമത്തെ വയസ്സിലും കല്യാണം കഴിക്കാത്ത ക്യാരക്ടറായിട്ട് ചെയ്യാൻ നാണമില്ലേ? ഏതാ ഒരു പടം മമ്മൂട്ടിയുടെ മാറ്റി നിർത്തി പറയാവുന്നത് ഇതൊരു മമ്മൂട്ടി ചിത്രം എന്ന് പറയാവുന്നത്? ഏത് പടാ ചെയ്യണേ? ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല ജെയിംസ്. ലാലേട്ടനാണെങ്കിലും മമ്മൂക്കാണെങ്കിലും എക്സ്പീരിയൻസ് കൂടി, പ്രായം കൂടി. അപ്പൊ അഭിനയത്തിൽ അവരുടെ കുറവ് വന്നിട്ടുണ്ടോ? കുറവ് വന്നിട്ടുണ്ടോ? നമ്മൾ പണ്ടത്തെ മോഹൻലാൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പിന്നെ എന്തിനാ പറയുന്നത്? എന്റെ ഓർമ്മയിൽ ഒരിക്കലും പഴയ മമ്മൂക്ക തിരിച്ചു വേണം ഇങ്ങനെ ഒരു ഡയലോഗ് കേട്ടിട്ടേ ഇല്ല. ഞാൻ കമ്പയർ ചെയ്ത് പറയാനുണ്ടോ? ലാലേട്ടന്റെ നമ്മൾ പഴയ പടങ്ങൾ കണ്ടു കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴേക്കും നമുക്ക് എന്താ പറയാ, അയ്യോ ലാലേട്ടൻ പണ്ടത്തെ ആ സിനിമയിലൊക്കെ അത് അങ്ങനെയാണ്. പക്ഷെ മമ്മൂക്കയുടെ അങ്ങനെയല്ല. ഈ അവസാന സിനിമയിൽ പുള്ളി അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ടും ഏറ്റവും ബെസ്റ്റ് മമ്മൂക്ക ഏതാന്ന് ചോദിച്ചാൽ ഈ കറന്റ് മമ്മൂക്കയായിരിക്കും. ആളുകളെ എന്റെ അടുത്ത് എങ്ങാനും താളിക്കാൻ വന്ന ഭ്രാന്തൻ കുരിച്ചനാണ് വെട്ടിക്കിരി പട്ടിക്കിട്ട് കൊടുക്കുന്ന. ഇവനെ മുടിച്ചിട്ട് ജീവിക്കണം. സൈക്കിളപ്പനെ കണ്ടപ്പോ നിന്റെ നാമറങ്ങി പോയോ? സൈക്കിള് മുള്ളിയ മലയാള ഭാഷയെ ഞാൻ തന്റെ അടുത്ത് പറഞ്ഞതാണ്, നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ലെന്ന്. ഗബറാവ് മത്തുന്ന തനിക്ക് കൊച്ചിയിലെ പിള്ളേരെ അറിയില്ല അങ്ങോട്ടാണ്. ആരെയോർത്തട പന്നി നീ പേടിക്കുന്നേ? പഞ്ഞിക്കിടന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കോളനിയിൽ കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങ്. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലാണെങ്കിലും പൊക്കിയിരിക്കും. വള്ളോമ്പരം കലർന്നു കൊണ്ടിയാച്ചാൽ ശിക്ഷണ തല്ലുപിടിയിലെ മാസമുണ്ടി. അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് നീ പറഞ്ഞെങ്കിൽ വരാൻ പറഞ്ഞു ആദ്യത്തെ മക്കളോട്. പോയിക്കോളണം, ഇല്ലെങ്കിൽ പറപ്പിക്കും ഞാൻ. പത്മശ്രീ ഭരത് മമ്മൂട്ടിക്ക് അടിക്കണ മക്കളെ കൈ 3 നാഷണൽ അവാർഡ്, പത്മശ്രീ, ഡബിൾ ഡോക്ടറേറ്റ്, കൊച്ചിയുടെ ബിഗ് ബി. പഞ്ചഭൂതങ്ങളും അഷ്ടദിക്കുകളും 5 സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി. ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാത്രി. നിന്റെയൊക്കെ ലഗ്നത്തിലും ചന്ദ്രനിലും മൃത്യു നിറഞ്ഞു നിൽപ്പുണ്ടാവും. ഒറ്റ പേര് മമ്മൂട്ടി. ആ പേരിന്റെ പിന്നിൽ വലിയൊരു വിജയുണ്ട് മോനെ. ഒരുപാട് അവഗണനയും പരിഹാസവും ഒക്കെ സഹിച്ച് നേടിയെടുത്തതാ ആ പേര്. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് കേട്ടിട്ടില്ല. ഞാനൊക്കെ എത്രയോ പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട്. അപൂർവം ചില സമയത്ത് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും എപ്പോഴും ജയിക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് ജയത്തിന് വേണ്ടി ശ്രമിക്കാതെ ഒരിക്കലും ജയിക്കില്ല. ഓരോ സിനിമാ മോഹിനിയും സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഈ വലിയ മനുഷ്യനാ. അദ്ദേഹത്തിന് ഇനി ഒന്നും തെളിയിച്ചു കൊടുക്കാനായിട്ടില്ല. കാരണം എല്ലാം തെളിയിച്ചു കഴിഞ്ഞു. എല്ലാ അച്ചീവ്മെന്റ്സും അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ബാഡ്ജസ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ലോകമുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന്റെ പേര് ലിപികളിൽ കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ എഴുതപ്പെട്ടു കഴിഞ്ഞു. സിനിമ എന്ന് പറയുന്ന പ്രണയത്തെ ആദ്യമായിട്ട് ഹൃദയത്തിലേക്ക് കുത്തിവെച്ചെന്ന മനുഷ്യനാണ് അദ്ദേഹം. ട്രൂലി an ഇൻസ്പിറേഷൻ. സിനിമാക്കാർക്ക് മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ വാക്സ് ഓഫ് ലൈഫിലും പ്രവർത്തിക്കുന്നവർക്ക് ഇൻസ്പിറേഷൻ. കഴിവഴിഞ്ഞ് ഒരുപാട് പേരെ സഹായിക്കും. പടച്ചോന്റെ മനസ്സിലാവാൻ ലക്ഷത്തിൽ ഒരാൾക്ക് പടച്ചോൻ അവന്റെ മനസ്സ് കൊടുക്കും. സാറിന് അങ്ങനെ നമ്മൾ വീണ്ടും കാണും. Wow, guys, seriously, once a king, always a king. He is the king of Malayali industry. Mohanlal sir and Mammootty sir both are really, they both are
one of the best, finest actors of Malayali industry, and they have given Malayali cinema in this level. They both are really, and seriously, Mammootty sir dominates the screen. When he comes in the screen, none other stars are visible in the screen. He is just charisma when he comes. This is a fact thing. He is really a king of the Malayali industry. Padma Shri holder, 3 national award holders with 2 doctorates. Wow. He is going to be 73, and look at him. Just a few weeks back, I have seen his Bazooka teaser. He is just amazing in that, and I have seen him his previous movie, that is Brahmyungam. That is extraordinary film, guys. Seriously, this is one of the best movie I have seen of Mammootty sir and Mamuka. So this was my reaction, guys. If you love the reaction, hit the like button, subscribe my channel, press the bell notification, because more this video's content is going to come in my channel. We'll meet in the next video soon. Tab tak ke liye, goodbye.